നമസ്കാരം. വി ആർ ഫാർമ ഗൈഡ് മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 100 രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു മരുന്ന് 20 രൂപയ്ക്ക് കിട്ടിയാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് സത്യം തന്നെയാണ്. അതാണ് ജൻ ഔഷധി മരുന്നുകൾ. എന്താണ് ജൻ ഔഷധി മരുന്നുകൾ? പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. സാധാരണക്കാർക്ക് ഗുണമേന്മയുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കണമെന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇവിടെ പ്രധാനമായും ജനറിക് മരുന്നുകളാണ് ലഭിക്കുന്നത്. എന്താണ് സാധാരണ മരുന്ന്, അതായത് ബ്രാൻഡഡ് മരുന്ന്, ജനറിക് മരുന്നുകളും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ സാധാരണ വാങ്ങുന്ന കമ്പനി മരുന്നുകൾക്ക് പകരം, അതായത് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പകരം അതേ ഘടകങ്ങളുള്ള മറ്റൊരു മരുന്നാണ് ജൻ ഔഷധി കേന്ദ്രയിൽ ലഭിക്കുന്നത്. പേരിലും പാക്കിങ്ങിലും വ്യത്യാസമുണ്ടാകും, പക്ഷേ ഉള്ളടക്കം ഒരുപോലെയാണ്. ഇനി ഗുണമേന്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വില കുറവാണെങ്കിൽ ഗുണമേന്മ കുറവായിരിക്കുമോ എന്ന സംശയം പലർക്കും ഉണ്ടാകും. പക്ഷേ ജനറിക് മരുന്നുകളും കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ പരിശോധനകൾ കഴിഞ്ഞാണ് വിപണിയിൽ എത്തുന്നത്. ഒരു കമ്പനി മരുന്ന് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഈ ജനറിക് മരുന്നുകളും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമാണ് ഇവ വിപണിയിലെത്തുന്നത്. എന്തുകൊണ്ടാണ് ജനറിക് മരുന്നുകൾക്ക് വില കുറവെന്ന് നോക്കുമ്പോൾ, കമ്പനി മരുന്നുകളിൽ പരസ്യം, പ്രചാരണം, ബ്രാൻഡ്, പേര് എന്നിവയ്ക്കാണ് വലിയ ചെലവ്. ഇവിടെ ആ ചെലവുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ മരുന്നുകളുടെ വിലയും കുറവാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മരുന്നുകൾ ഒരുപോലെ തന്നെയാണെങ്കിലും ഡോക്ടർമാർ ഒരു പ്രത്യേക മരുന്ന് എഴുതുമ്പോൾ അത് രോഗിയുടെ അവസ്ഥ കൂടി കണക്കിലെടുത്തായിരിക്കും എഴുതുക. അതുകൊണ്ട് സ്വയം മാറ്റം വരുത്തുന്നതിന് പകരം ഇതിന് പകരം കുറഞ്ഞ വിലയുള്ള മറ്റൊരു മരുന്ന് ഉപയോഗിക്കാമോ എന്നത് ഡോക്ടറോടോ ഫാർമസിസ്റ്റിനോടോ ചോദിക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ്. ഞാൻ ഒരു ഫാർമസിസ്റ്റാണ്. എൻ്റെ അനുഭവത്തിൽ ശരിയായി ഉപയോഗിച്ചാൽ ഈ മരുന്നുകളും നല്ല ഫലം തന്നെയാണ് നൽകുന്നത്. ജൻ ഔഷധിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഫാർമസി റിലേറ്റഡ് ഇൻഫർമേഷൻ കൂടുതലായി ലഭിക്കുന്നതിന് വേണ്ടി വി ആർ ഫാർമ ഗൈഡ് മലയാളം ചാനൽ ഫോളോ ചെയ്യുക. നന്ദി.